ഏതായാലും ഈ ഒരു തടയണകൾ സ്ഥാപിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നു എന്നും നമുക്ക് പറയാൻ കഴിയും. എത്ര കോടി രൂപ ഇന്ത്യ ചെലവാക്കുന്നതാണ്. ഇന്ത്യയുടെ പൈസയാണിത്. നമ്മള് നികുതി കൊടുക്കുന്ന പണമാണിത്. അത് നോക്കാൻ കാണാൻ ആരും ഒരു സൂപ്പർവൈസറോ ഒന്നുമില്ല. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തടയണകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതോടുകൂടി ചാത്തന്നൂരിലെ സ്പിന്നിംഗ് മില്ലിലേക്കുള്ള പ്രവേശന കവാടം പൂർണ്ണമായി അടഞ്ഞിരിക്കുന്നു, തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങളിപ്പോൾ ഉള്ളത് ചാത്തന്നൂർ സ്പിന്നിംഗ് മില്ലിന്റെ മുന്നിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, ഈ ഒരു തടയണകൾ സ്ഥാപിച്ചത് മൂലം ഈ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ എടുത്ത് തിരിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തൊട്ട് സമീപത്ത് തന്നെയുള്ള പെട്രോൾ പമ്പിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്നും ഏകദേശം 5 കിലോമീറ്ററോളം അടുത്ത് കല്ലുവാതുകളിലേക്ക് യാത്ര ചെയ്തതിനു ശേഷമാണ് നമുക്ക് പോകേണ്ടി വരുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. ബസ് സ്റ്റോപ്പ് ഉപയോഗശൂന്യമായ നിലയിലാണ്. നമുക്ക് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് തടയണകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ദൃശ്യങ്ങൾ കാണാം. ഈ KSRTC ബസ്സുകൾ ഇതിന് മുന്നിലൂടെ പാസ് ചെയ്ത് പോകുന്നെങ്കിലും ഇവിടെ ബസ് നിർത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏതായാലും ഇവിടെ പൂർണ്ണമായിട്ടും ഈ ബസ് ബേ ഉപയോഗശൂന്യമായിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വലിയ വാഹനങ്ങൾ, ഈ തടയണകളും അതോടൊപ്പം തന്നെ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള ഈ ഒരു നീക്കവും നടന്നതോടുകൂടി, ഈ തടയണകൾ സ്ഥാപിച്ചതോടുകൂടി തന്നെ ഇവിടുത്തെ ഈ ബസ് ബേ ഉപയോഗശൂന്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ ഇവിടെ 450 മീറ്റർ മാത്രമാണ് ഈ ഒരു സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഒരു ഇടമുള്ളത്. അവിടെ തന്നെ ഈ വലിയ രീതിയിലുള്ള വലിയ ടൺ ഭാരങ്ങളുമായി വരുന്ന ലോറികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങളോ കടന്നു വന്നാൽ തന്നെയും സമീപത്തെ പെട്രോൾ പമ്പിലേക്ക് തിരിയാനുള്ള സാഹചര്യമില്ല. ഏതായാലും സുരക്ഷിതമായി തന്നെ പോകാൻ പറ്റാത്തൊരു അവസ്ഥ നിലനിൽക്കുന്നു. ഏതായാലും ഈ ഒരു തടയണകൾ സ്ഥാപിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നു എന്നും നമുക്ക് പറയാൻ കഴിയും. ഏതായാലും വികസനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ തടയണകളോ അല്ലെങ്കിൽ ഈ ഒരു ഹൈമാസ് ലൈറ്റുകളോ സ്ഥാപിച്ചിരിക്കുന്നെങ്കിലും വലിയ രീതിയിൽ ഇതുവഴി സുരക്ഷിതമായി കടന്നു പോകാൻ വാഹനങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ഇതുവഴിയുള്ള യാത്ര ശരിക്കും പറയാൻ വലിയ രീതിയിൽ ദുഷ്കരമാണ്. വളരെ ദുഷ്കരമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വണ്ടി വന്നു കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഒഴിഞ്ഞു പോയപ്പോഴേ എന്റെ ഇവിടെ അതിന്റെ ഷീറ്റ് കൊള്ളുണ്ടായിരുന്നു, ഇരുമ്പ് ഷീറ്റ്. അത് എത്രയും പെട്ടെന്ന് ഈ അധികാരികൾ ഇത് എടുത്ത് മാറ്റി ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കണ്ടല്ലേ ഈ ആൾക്കാർക്ക്? എന്തുകൊണ്ടാണ് അവർ ഇത് അനുവദിക്കുന്നത്? അതുപോലെ തന്നെ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യുന്നത്, അതൊക്കെ എത്രയും പെട്ടെന്ന് അതെല്ലാം ഒഴിവാക്കി ഇവിടെ ക്ലിയർ ആക്കി കൊടുക്കും. ശരിക്കും നടപ്പാതയോട് ചേർന്ന് തന്നെയല്ലേ ആ ബസ് സ്റ്റോപ്പ് അങ്ങനെ വെച്ചിരിക്കുന്നത്? ആ ബസ് സ്റ്റോപ്പ് വെച്ചത് അശാസ്ത്രീയമാണ്. അവിടെ ഇരുന്നിട്ട് ഒരാൾ എങ്ങനെയാണ് അപ്പുറം ചാടി പോയിട്ട് വണ്ടി കയറേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതെ അതെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഈ തടയണ സ്ഥാപിച്ചിരിക്കുന്നത് അത് പിന്നെ അവിടുന്ന് ചില വണ്ടികൾ വന്നിട്ട് ആ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് ഇതിനകത്ത് കയറുന്നുണ്ട്. അതെ അതെ, അവിടെ ഇപ്പൊ അടുത്ത സമയത്ത് ഒരു ആക്സിഡന്റ് നടന്ന് പറഞ്ഞു കേട്ടു. ഞാൻ നേരിട്ട് കണ്ടില്ല, പറഞ്ഞു കേട്ടു. അപ്പൊ ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. വികസനം എന്ന് പറയുന്നെങ്കിലും ഒരു ശാസ്ത്രീയ വശമല്ല. എത്രയും പെട്ടെന്ന് ഇവിടെ ഇത് ക്ലിയർ ചെയ്യണം. അത് കണ്ടില്ലേ, ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പമ്പ് പോലെ വെച്ചേക്കുന്നു. അറിയാതെ ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമാണ്. അവരത് ഹൈമാസ് ലൈറ്റിന് വേണ്ടിയിട്ടാണ് അത് സ്ഥാപിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഹൈമാസ് ലൈറ്റ് ഇൻ കേസ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതിൽ കയറിയാൽ ഹൈമാസ് അത് ഇടിച്ച് മറിക്കും. അത് ഈ 2 വണ്ടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ഇടിക്കും അത്. അതുപോലെ തന്നെ ഈ പെയിന്റിംഗ് പണി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ലോകത്ത് ഞാനൊരു മെയിൻ്റനൻസ് കമ്പനി വർക്ക് ചെയ്ത ആളാണ് UAE-ൽ. പിന്നെ കോട്ടൺ പേസ്റ്റ് പെയിന്റിൽ മുക്കിയിട്ടാണ് ഇത് പെയിന്റ് ചെയ്തിരിക്കുന്നത്. നോക്ക്, അതിനകത്തെ പെയിന്റ് തുരുമ്പ് കളഞ്ഞിട്ടില്ല. എത്ര കോടി രൂപ ഇന്ത്യ ചെലവാക്കുന്നതാണ്. ഇന്ത്യയുടെ പൈസയാണിത്. നമ്മള് നികുതി കൊടുക്കുന്ന പണമാണിത്. അത് നോക്കാൻ കാണാൻ ആരും ഒരു സൂപ്പർവൈസറോ ഒന്നുമില്ല. ഞാൻ ഒരു ഗവൺമെന്റിനെയോ സിസ്റ്റത്തിനെയോ ഒന്നും കുറ്റം പറയുകയല്ല. പക്ഷെ അത് ചെയ്യേണ്ടത് വളരെ നല്ല രീതിയിൽ, അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടത്തക്ക രീതിയിൽ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഞാനൊരു ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒന്നും കുറ്റം പറയുകയല്ല. പക്ഷെ അത് എന്തോ എനിക്കറിയില്ല, ഇവിടെ ഒരു സൂപ്പർവൈസറെയോ ഒന്നും ഞാൻ കാണുന്നില്ല. അവര് തോന്നിയ മാതിരി ചെയ്ത് വെച്ചിട്ട് പോകുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ
ഏതായാലും ഇതുവഴി കടന്നുപോയ ഒരു യാത്രക്കാരൻ, അദ്ദേഹത്തിന് ശരിക്കും പല പ്രാവശ്യം അപകടം സംഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു വാഹനങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ സൗകര്യാർത്ഥം തന്നെ കടന്നു പോകാനുള്ള സാഹചര്യമില്ല. ഈ തടയണകളൊക്കെ തന്നെ ഇത്തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ബസ് സ്റ്റോപ്പ് എന്തിനാണ് ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത് പോലുള്ള ചോദ്യം, കാര്യം പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ജീവനക്കാർ ആശ്രയിച്ചിരുന്ന ഈ ബസ് സ്റ്റോപ്പ് പോലും ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ക്യാമറമാൻ വിഭു സുരേഷിനൊപ്പം ബിൽവൻസൺ, വിസ്മയ ന്യൂസ്.